ഇന്നത്തെ വീഡിയോ നമ്മൾ അനലൈസ് ചെയ്യാൻ പോണത് ബി ടി സി യൂസിറ്റി ആണ്. ബി ടി സി യൂസിറ്റിയിൽ നമ്മുടെ ICT സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോണേ. ഓക്കെ, നമ്മളിന്ന് ബി ടി സി യൂസിറ്റിയിൽ എടുത്തിരിക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 1 ഡേ ടൈം ഫ്രെയിമാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ 1 ഡേ ടൈം ഫ്രെയിം എന്തിനെടുക്കുക, നമ്മുടെ ഡെയിലി വൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇവിടെ 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുന്ന സമയത്ത് എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു പുഷ് മാർക്കറ്റിൽ സംഭവിച്ചു. ആൻഡ് ദെൻ ഈ ഒരു ഹൈനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ഫെയിലിയർ ആയിട്ടുണ്ട്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഫെയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി മാർക്കറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ വീണ്ടും അഗെയിൻ ഫെയിലിയർ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? മാർക്കറ്റിൽ ഇനഫ് ലിക്വിഡിറ്റി ഇല്ല. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യേണ്ട അത്ര മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇല്ല. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടായിരിക്കില്ല മാർക്കറ്റ് അഗെയിൻ അതിൻ്റെ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. മാർക്കറ്റിൽ ഫ്യൂവൽ ഇല്ല. അപ്പോൾ നമുക്കത് മനസ്സിലായി. മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ഹൈ കൂടി ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഈ ഡൗണിക്ക് വരും. ഡൗണിക്ക് എന്തിനാണ് മാർക്കറ്റ് വരുന്നത്? മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് അപ്പം തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാർക്കറ്റ് ഡൗണിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മനസ്സിലായി ഡൗൺലോഡ് വരാൻ ചാൻസ് ഉണ്ടെന്നല്ല, ഡൗൺലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഡെയിലി വൈസ് നമുക്ക് കിട്ടി. ഡെയിലി വൈസ് നമുക്ക് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടാണെന്ന് മനസ്സിലായി. ഡൗൺ സൈഡിലോട്ട് എന്ന് പറഞ്ഞാൽ എവിടം വരെ ആയിരിക്കും നമുക്ക് ഇനീഷ്യലായിട്ട് ടാർഗറ്റ് വെക്കാൻ പറ്റുക? ഈ ഒരു ലോ ആണ് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ ഈ ഒരു ലോ നമുക്ക് ഹൈ പ്രോബബിലിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. ഹൈ പ്രോബബിലിറ്റി ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലോ വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഡെയിലി വൈസ് മനസ്സിലായി, ഡെയിലി വൈസ് ഡൗൺ സൈഡിലോട്ടാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് 4 hour ടൈം ഫ്രെയിം എടുത്തു. 4 hour ടൈം ഫ്രെയിം എടുത്തിട്ട് നമ്മൾ ഈ 9th മാർച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്തും 4 hour ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബിയറിഷിലോട്ടാണ് പോണത്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. കാരണം മാർക്കറ്റ് ഈ ഒരു പുഷ് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് ഈ റാലി സംഭവിച്ചു. ഈ ഒരു OB ടാപ്പ് ചെയ്തു മാർക്കറ്റ്. അതിന് ശേഷം മാർക്കറ്റ് ഡൗണിലോട്ട് വരികയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ 4 hour ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബിയറിഷ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് നമ്മൾ 50 minute ടൈം ഫ്രെയിമിൽ നമ്മുടെ എൻട്രി നോക്കാൻ പോണത്. അപ്പോൾ 50 minute ടൈം ഫ്രെയിമിൽ ഞാൻ കൂടുതലായിട്ട് ഈ ബിറ്റ്കോയിനിൽ BTC USDയിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലണ്ടൻ സെഷൻ ടൈമാണ്. അത് നമ്മൾ 12:30 PM നമ്മൾ എടുത്തിട്ടുള്ളത്. ആഫ്റ്റർ 12:30 PM. അപ്പോൾ ആ ഒരു ടൈമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലണ്ടൻ സെക്ഷനാണ് എടുത്തിട്ടുള്ളത്. കാരണം ഏഷ്യൻ സെക്ഷനിൽ പേഴ്സണലി എനിക്കൊരു മൂവ്മെൻറ്റ് ഇല്ലാത്ത പോലെ, എനിക്കൊരു വോളിയം ഇല്ലാത്ത പോലെ ഒരു ഇത് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഏഷ്യൻ സെക്ഷനിൽ മോസ്റ്റ്ലി എടുക്കാറില്ല. അപ്പോൾ നമ്മൾ ലണ്ടൻ സെക്ഷൻ്റെ ടൈം എടുത്തിരിക്കുന്നത്. ലണ്ടൻ സെക്ഷൻ്റെ ടൈമിൽ നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് എന്താണ് ഇനീഷ്യലി വേണ്ടത്? 50 minute ടൈം ഫ്രെയിമിൽ 50 minute ടൈം ഫ്രെയിമിൽ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തിട്ടുണ്ടാവണം. മാർക്കറ്റ് ഒരു പ്രീമിയത്തിലോട്ട് പോയിട്ടുണ്ടാവണം. ഇവിടെ പ്രീമിയത്തിലോട്ട് പോയിട്ടില്ലേ? മാർക്കറ്റ് എബവ് ഒരു സ്വിംഗ് ഹൈൻ്റെ മേലെ മാർക്കറ്റ് പോയിട്ടുണ്ട്. മാർക്കറ്റ് ഈസ് എബവ് ആൻഡ് സ്വിംഗ് ഹൈ. അപ്പോൾ നമ്മൾ അതിനെന്താ പറയുക? ഒരു എബവ് സ്വിംഗ് ഹൈൻ്റെ മാർക്കറ്റ് മേലെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിരിക്കുകയാണ്. അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താ പറയുക? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്രീമിയത്തിലാണെന്ന് പറയും. മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുക? പ്രീമിയം ടു ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് ടു പ്രീമിയം. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പോൾ ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി മാർക്കറ്റ്, ബൈ സൈഡ് ലിക്വിഡിറ്റി ടു സെൽ സൈഡ് ലിക്വിഡിറ്റി, സെൽ സൈഡ് ലിക്വിഡിറ്റി ടു ബൈ സൈഡ് ലിക്വിഡിറ്റി. അങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുക. മാർക്കറ്റ് അപ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിംഗ് ഹൈൻ്റെ എബോവിലോട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്. നമുക്ക് ബിയറിഷ് എൻട്രിയിൽ നോക്കണം. കാരണം നമുക്ക് ബിയറിഷ് എൻട്രി നോക്കണം എന്ന് പറഞ്ഞതിന് റീസൺ നമുക്ക് ഡെയിലി ബയേഴ്സ് നമ്മുടെ ഡൗൺ സൈഡിലോട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ബിയറിഷ് എൻട്രി നോക്കണ്ട്. ബിയറിഷ് എൻട്രി നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ലിക്വിഡിറ്റി, ഒരു സ്വിംഗ് ഹൈ നമുക്ക് സ്വീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു എൻട്രി മോഡലാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കി, സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്? ഒരു 50 minute തന്നെ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ആ ലോ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു കുറേ വീഡിയോസിൽ പറഞ്ഞു തരാത്തൊരു കാര്യം ഇതിൽ നിങ്ങൾക്ക് അറിയാൻ പോവാണ്. അപ്പോൾ ഈ 50 minute ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു ലോ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തു. ബട്ട് നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദർ ഈസ് നോ FVG. ഈ ഒരു ബ്രേക്ക് സംഭവിച്ചതിന് ശേഷം നമുക്ക് ഒരു FVG കാണാൻ പറ്റുന്നില്ല 50 minute ടൈം ഫ്രെയിമിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു
അതിന് ശേഷം FEG ഉണ്ടായിട്ടുള്ളത് ഇവിടെ FEG ഉണ്ടായിട്ടുണ്ട്. പക്ഷേ FEG മാർക്കറ്റ് റിട്രേസ് ചെയ്തതിന് ശേഷം ഈ FEGയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടോ? FEGയിൽ ടാപ്പ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഒരു ഡൗൺ പുഷ് തന്നതിന് ശേഷം ആ റിട്രേസ് ചെയ്ത ആ ഒരു FEG ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എൻട്രി മിസ്സാവും. അങ്ങനെ നമുക്ക് എൻട്രി മിസ്സാക്കാൻ പറ്റുമോ? എൻട്രി മിസ്സാക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും എൻട്രി ഉണ്ട്. അപ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഒരു ഹൈ ടൈം ഫ്രെയിം 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് FEG കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡ്രോപ്പ് ഇൻ ടു 5 മിനിറ്റ് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടൈം ഫ്രെയിം 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ആഫ്റ്റർ ദ ബ്രേക്ക് നമുക്കൊരു FEG കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയേ. ആഫ്റ്റർ ദ ബ്രേക്ക് നമുക്ക് FEG കിട്ടിയിട്ടുണ്ട്. ഈ ബ്രേക്ക് അങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്നത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി നമുക്ക് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു FEG എടുക്കാനുള്ള റീസൺ എന്താ? ഇവിടെ ഒരു മാർക്കറ്റ് ഒരു FEG ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇവിടുത്തെ FEG എടുത്തില്ല? എന്തുകൊണ്ട് ഞാൻ മേലത്തെ FEG എടുത്തു? അവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ദർ ഇസ് ആൻ OB, ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട് അവിടെ. 5 മിനിറ്റിലെ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് അവിടെ ഉണ്ട്. ആ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്കിലും അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു FEG എടുത്തത്. കാരണം ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്കും ആ ഒരു FEGയും കൂടി ഓവർലാപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് അവിടെ എത്താനുള്ള, അവിടെ ടാപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. മാർക്കറ്റ് അവിടേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. സോ നമുക്ക് ഈ ഒരു 5 മിനിറ്റിലും അപ്പോൾ FEG ഇല്ല എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ 5 മിനിറ്റിലും 50 മിനിറ്റിൽ FEG ഇല്ല, 5 മിനിറ്റിൽ FEG ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 3 മിനിറ്റിൽ FEG ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലും ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെയാവണം മാർക്കറ്റിനെ വ്യൂ ചെയ്യണം. ടോപ്പ് ഡൗൺ അനലൈസിസ് ചെയ്യണം. ഹയർ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം. നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ അനലൈസ് ചെയ്യണത് ടോപ്പ് ഡൗൺ അനലൈസിസ് ആണ്. കാരണം നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ ലോവർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ എൻട്രി നമുക്ക് കിട്ടുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ യൂസ്? അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിന് ക്ലിയർ വ്യൂ കിട്ടും. കാരണം ഹയർ ടൈം ഫ്രെയിമിലാണ് മാർക്കറ്റ് ഡയറക്ഷൻ തീരുമാനിക്കുക. അപ്പോൾ ലോ ടൈം ഫ്രെയിമിൽ ചെറിയൊരു ഷിഫ്റ്റ് വന്ന് ഈ മാർക്കറ്റ് ഹൈ ടൈം ഫ്രെയിമിൽ ബുള്ളിഷിലോട്ട് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ ബിയറിഷിലൊരു ചെറിയ ട്രെൻഡ് ഷിഫ്റ്റ് കിട്ടിയത് നമ്മൾ ബിയറിഷിലോട്ട് എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനാണ് നമ്മൾ ഹൈ ടൈം ഫ്രെയിം അനലൈസ് ചെയ്യുന്നത്. കാരണം ഹൈ ടൈം ഫ്രെയിം അനലൈസ് ചെയ്താൽ നമ്മുടെ മോർ പ്രോബബിലിറ്റി കൂടും പ്രോഫിറ്റ് ആവാൻ വേണ്ടി. പ്രോഫിറ്റ് ആവുകയല്ല, നമ്മുടെ ട്രേഡ് സക്സസ്ഫുൾ ആവാനുള്ള പ്രോബബിലിറ്റി കൂടും. നമ്മൾ ട്രെൻഡിന് എഗെയിൻസ്റ്റ് പോകാൻ പറ്റില്ല. നമ്മൾ ട്രെൻഡിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഈ ട്രെൻഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് ബയസായിട്ട് നമുക്ക് കണക്കാക്കാം. നമുക്ക് ഡെയിലി ബയസിനനുസരിച്ചിട്ട് നമുക്ക് പോകണം. ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ എക്സ്പാൻഷൻ സമയത്ത് നമുക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ എൻട്രി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഹൈ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം നമ്മൾ അനലൈസിസ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു OB ടാപ്പ് ചെയ്തു. ഈ 5 മിനിറ്റിൽ OB ടാപ്പ് ചെയ്തു. അവിടെ OB ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു FEG എടുത്ത്, ആ ഒരു മേലത്തെ FEG എടുത്ത്. ഓക്കെ, അപ്പോൾ ഒരു OBയിൽ ടാപ്പ് ചെയ്ത ഉടനെ എൻട്രി പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ട് വെക്കാൻ പറ്റും? നമ്മളെപ്പോഴും വെക്കണ പോലെ ആ ഒരു സ്വിങ് ഹൈൻ്റെ മേലെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെച്ചു. ഇവിടെയാണ് നമുക്കൊരു ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടാർഗറ്റ് എവിടെ കൊണ്ട് വെക്കാൻ പറ്റും? നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ മുമ്പ് അനലൈസ് ചെയ്ത പോലെ തന്നെ ഈ സ്വിങ് ലോ 1 ഡേ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ലോയാണ് നമുക്ക് വെക്കാൻ പറ്റുക. പക്ഷേ ഇത് ഒരുപാട് അടിയിലാണ്. നമുക്ക് അവിടം വരെ മാർക്കറ്റ് വരേണ്ട കാര്യമില്ല. ഒന്നാമത് മാർക്കറ്റ് അവിടം വരെ വരേണ്ട കാര്യമില്ല. കാരണം അവിടം വരെ വരുന്നതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ചില സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചിട്ടായിരിക്കും തിരിച്ചു വരിക. അപ്പോൾ നമുക്കിവിടെ എഗെയിൻ വേറെ ലിക്വിഡിറ്റി ഉണ്ടോ നോക്കിയേ. ഈ ഒരു ലിക്വിഡിറ്റി ഇതായിരിക്കും നമ്മുടെ TP ആയിട്ട് നമ്മൾ എടുക്കുക. നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും ഈ ഒരു സ്ഥലത്ത് ഈ ഒരു OB ടാപ്പ് ചെയ്ത ഉടനെ, OB ആൻഡ് FEGയിൽ ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. അതിന് നമ്മുടെ ടാർഗറ്റ് ആ ഒരു 1 അവറിലെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. അത് മാർക്കറ്റ് അടിച്ചിട്ടുണ്ടോ നോക്കിയേ, ക്ലീനാണ്. ഇത് നമുക്ക് എത്ര റിസ്ക് റിവാർഡ് വരും? ഇറ്റ്സ് ഓൾമോസ്റ്റ് 1:11 മോർ. ഇനീഷ്യൽ TP നമ്മുടെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയിൽ നമ്മൾ ടാർഗറ്റ് വെച്ചത് 1:11 മോർ റിസ്ക് റിവാർഡ് വരുന്ന എൻട്രിയാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡെയിലി ടാർഗറ്റ് അടിച്ച് നമുക്ക് എത്ര കിട്ടും? നമുക്ക് നമ്മുടെ 75% ഓഫ് അവർ പൊസിഷൻ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്താലും നമുക്ക് ബാക്കിയുള്ള നമ്മുടെ 25% നമ്മുടെ പൊസിഷൻ ബ്രേക്ക് ഈവനിൽ വെച്ചിട്ടിരുന്നു.
എൻട്രി പൊസിഷനിൽ വീണ്ടും മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടോ? എൻട്രി പൊസിഷനിലേക്ക് മാർക്കറ്റ് വീണ്ടും ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബാക്കി നമ്മുടെ 25% ഓഫ് അവർ പൊസിഷൻ നമ്മൾ എൻട്രി പൊസിഷനിൽ വെച്ചാലും നമുക്ക് ആ ഡെയിലി എക്സ്പാൻഷൻ മൂവിലോട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ മാർക്കറ്റ് ആ ഒരു ഡെയിലി എക്സ്പാൻഷൻ, കാരണം ഈ 25% നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയാലും കുഴപ്പമില്ല, ബ്രേക്ക് ഈവൻ അടിച്ച് പോയാലും കുഴപ്പമില്ല. നമ്മൾ ഓൾ ഓവർ നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. നമ്മൾ 75% നമ്മൾ പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾ ഓവർ നമ്മൾ പ്രോഫിറ്റാണ്. ബ്രേക്ക് ഈവനിൽ ടാപ്പ് ചെയ്താൽ നമ്മൾ ഓൾ ഓവർ പ്രോഫിറ്റാണ്. പക്ഷേ ബ്രേക്ക് ഈവനിൽ ടാപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ആ ഒരു TP എടുക്കും, ഫൈനൽ TP എടുക്കും. ആ ഒരു ഡെയിലി എക്സ്പാൻഷൻ മൂവ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡെയിലി ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നത് നമുക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒപ്പം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും ആ ഒരു ദിവസം. അപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് ആലോചിക്കും, നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മൾ എക്സിറ്റ് ആവും. എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് എക്സിറ്റ് ആവും. പക്ഷേ എക്സിറ്റ് ആയതിനു ശേഷം നമുക്ക് മാർക്കറ്റ് ഒരുപാട് ഡൗണിലോട്ട് വരും, അല്ലെങ്കിൽ ഒരുപാട് മേലോട്ട് പോകും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എനിക്ക് ഒരു എൻട്രി മിസ്സായല്ലോ എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെ ഒരു തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ഈവൻ അടിച്ച് പോയാൽ കുഴപ്പമില്ല. കാരണം എന്താ, നമ്മൾ 75% ഓഫ് അവർ പൊസിഷൻ നമ്മൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ അടിച്ചാലും നമുക്ക് ഓവറോൾ നമ്മൾ പ്രോഫിറ്റബിളാണ്. മനസ്സിലായോ? ബ്രേക്ക് ഈവൻ അടിച്ചാലും ഓവറോൾ നമ്മൾ പ്രോഫിറ്റബിളാണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ ഇതിൽ അടിച്ചിട്ടുണ്ടോ? ബ്രേക്ക് ഈവൻ അടിച്ചിട്ടില്ല. അപ്പോൾ ബാക്കി നമ്മുടെ അത്രയും ഡൗണിലാണ് മാർക്കറ്റ് ഉള്ളത്. അത്ര നമുക്ക് മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനാണ് നമുക്ക് ഇങ്ങനെയുള്ള ടെക്നിക്സ്, ചെറിയ ടിപ്സ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.